ഇന്നത്തെ രാജസ്ഥാൻ മുംബൈ മാച്ച് കഴിഞ്ഞപ്പോൾ പോയിന്റ് ടേബിൾ അടിമുടി മാറിയിരിക്കുകയാണ്. രാജസ്ഥാനും ചെന്നൈ ടീമിനും സന്തോഷ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ IPLന്റെ ലേറ്റസ്റ്റ് പോയിന്റ് ടേബിളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് വീണ്ടും മുംബൈ തോറ്റിരിക്കുകയാണ്. ഇതോടുകൂടി മുംബൈ കളിച്ച 3 മാച്ചിലും തോറ്റ് 10ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. ഇവർക്ക് പോയിന്റ് ഒന്നും തന്നെ ഇല്ല. 9ാം സ്ഥാനത്ത് RCB സ്ഥാനമുറപ്പിച്ചിട്ടുണ്ട്. അവർ 3 മാച്ച് കളിച്ചിട്ടുണ്ട്. ഒരെണ്ണത്തിൽ ജയിച്ച് 2 പോയിന്റ് അവർക്കുണ്ട്. 8ാം സ്ഥാനത്തുള്ള പഞ്ചാബിനും 2 പോയിന്റ് ഉണ്ട്. അവരും 1 മാച്ച് ജയിച്ചിട്ടുണ്ട്. 7ാം സ്ഥാനത്തുള്ള ഡൽഹിയും 1 മാച്ച് ജയിച്ചിട്ടുണ്ട്. അവർക്ക് 2 പോയിന്റ് ഉണ്ട്. അതേസമയം തന്നെ ലക്നൗ 2 മാച്ച് കളിച്ചിട്ടുണ്ട്. ഒരെണ്ണത്തിൽ ജയിച്ച് 2 പോയിന്റ് അവർക്കുമുണ്ട്. 5ാം സ്ഥാനത്ത് ഹൈദരാബാദാണ്. അവരിതുവരെ 1 മാച്ച് ജയിച്ചിട്ടുണ്ട്. അവർക്കും 2 പോയിന്റ് ഉണ്ട്. നിലവിലിപ്പോൾ 4ാം സ്ഥാനത്ത് ഗുജറാത്താണ്. അവരിതുവരെ 3 മാച്ചിൽ നിന്ന് 2 കളി ജയിച്ചിട്ടുണ്ട്. 4 പോയിന്റ് അവർക്കുണ്ട്. ഇതേ സമയം തന്നെ ചെന്നൈ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുകയാണ്. ചെന്നൈക്ക് ഇതുവരെ 3 മാച്ച് ഉണ്ടായിരുന്നു. ഇതിലെ 2 എണ്ണത്തിലും ചെന്നൈ ജയിച്ചിട്ടുണ്ട്. ഒരെണ്ണത്തിൽ തോറ്റു. അങ്ങനെയാണ് CSKക്ക് 4 പോയിന്റ്. അതേസമയം തന്നെ കൊൽക്കത്ത കളിച്ച 2 മാച്ചിലും ജയിച്ച് 4 പോയിന്റ് സ്വന്തമാക്കി. നിലവിലിപ്പോൾ 1ാം സ്ഥാനത്ത് രാജസ്ഥാൻ റോയൽസ് ആണ്. കളിച്ച 3 മാച്ചിലും ജയിച്ച് 6 പോയിന്റ് രാജസ്ഥാനുണ്ട്. വേറെ ഒരു ടീമിനും 6 പോയിന്റ് ഇല്ല. കളിച്ച എല്ലാ മാച്ചിലും ജയിച്ചിരിക്കുന്നത് രാജസ്ഥാനാണ്. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ രാജസ്ഥാൻ പ്ലേ ഓഫ് ഉറപ്പിക്കുമെന്നത് ഉറപ്പാണ്. നിലവിലെ പോയിന്റ് ടേബിൾ വിശകലനം ചെയ്യുമ്പോൾ രാജസ്ഥാൻ, CSK, കൊൽക്കത്ത, ഗുജറാത്ത് ഇവരെല്ലാം നല്ല ടീമാണ്. അതേസമയം തന്നെ RCB, മുംബൈയും പോയിന്റ് ടേബിളിൽ അവസാനമാണ്. അപ്പോൾ ഇപ്രാവശ്യം ഏത് ടീമായിരിക്കും കപ്പ് നേടുക? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.